ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, തിരുവചനം ശ്രവിച്ച വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്കും പങ്കുകാരാകാം. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം: നമുക്കെല്ലാവർക്കും ഒരേ പിതാവല്ലേ ഉള്ളത്, ഒരേ ദൈവം തന്നെയല്ലേ നമ്മെ സൃഷ്ടിച്ചത്. എങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടിയുടെ പവിത്രതയെ നശിപ്പിച്ചുകൊണ്ട് നാം എന്തിന് പരസ്പരം അവിശ്വസ്തത കാണിക്കുന്നു? ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഒരു പിതാവായ ദൈവത്തിൻ്റെ മക്കളാണ് ഈ ലോകത്തിലെ ഓരോ മനുഷ്യനും എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. ആ പിതാവ് എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, കരുതുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 64-ാം അധ്യായം 8-ഉം 9-ഉം തിരുവചനങ്ങൾ ഇപ്രകാരമാണ്: എന്നാലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്, ഞങ്ങൾ അങ്ങയുടെ കരവേലയാണ്. കർത്താവേ, അങ്ങ് അധികം കോപിക്കരുതേ, ഞങ്ങളുടെ തിന്മകൾ എന്നേക്കും ഓർമ്മിക്കരുതേ, ഞങ്ങൾ അങ്ങയുടെ ജനമാണെന്ന് സ്മരിക്കണമേ. ഈ തിരുവചനങ്ങൾ നൽകുന്ന ഒരു ബോധ്യം ഇതാണ്: പിതാവായ ദൈവമാണ് ഓരോ മനുഷ്യനെയും മെനഞ്ഞത്, ഓരോ മനുഷ്യനെയും രൂപപ്പെടുത്തുന്നത്, ഓരോ മനുഷ്യനെയും ഈ ഭൂമിയിൽ നിലനിർത്തുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളത് കാണുന്നുണ്ട്. 2-ാം അധ്യായം 7 ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. നിയമാവർത്തന പുസ്തകം 14-ാം അധ്യായം 1-ലെ വചനം പഠിപ്പിക്കുന്നു: നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മക്കളാണ് നിങ്ങൾ. ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനും പിതാവായ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ മകനാകാൻ, മകളാകുവാൻ, ആ മഹത്തായ ശ്രേഷ്ഠതയിൽ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. പിതാവ് നമ്മൾ ഓരോരുത്തരുടെയും പിതാവായ ദൈവം എല്ലാ മനുഷ്യരുടെയും പിതാവാണ് എന്ന് യേശുവാണ് ഈ ലോകത്തെ വെളിപ്പെടുത്തിയത്. യേശുവിലൂടെയാണ് ഈ ലോകം പിതാവ് ആരാണ്, ദൈവം ആരാണ്, ദൈവം പിതാവാണെന്ന് വിളിക്കുവാനായിട്ടുള്ള ആ ഒരു വെളിപാട് ഈ ലോകത്തിന് നൽകിയത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 17-ഉം 18-ഉം വാക്യങ്ങളിൽ യേശു അവരോട് പറഞ്ഞു: എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ഇതുമൂലം അവനെ വധിക്കുവാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. കാരണം അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുകയും ചെയ്തു. കാരണം യേശു ഈ ഭൂമിയിൽ കടന്നു വന്ന് ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചത് ഞാനും നിങ്ങളും ഇതേപോലെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനായിട്ടുള്ള ആ സ്വാതന്ത്ര്യത്തിൽ ഉയർത്തപ്പെടുവാൻ വേണ്ടിയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായം 7 കാണുന്നുണ്ട്. യഹൂദർ പറഞ്ഞു: ഞങ്ങൾക്കൊരു നിയമമുണ്ട്, ആ നിയമമനുസരിച്ച് ഇവൻ മരിക്കണം, കാരണം ഇവൻ തന്നെ ദൈവപുത്രനാക്കിയിരിക്കുന്നു. യേശുവിൻ്റെ വിചാരണ സമയത്തും യേശുവിൻ്റെ മേൽ ആരോപിച്ച ഒരു കുറ്റം, അവൻ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു. അത് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. യേശുവിന് മുമ്പ് വരെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനായിട്ടുള്ള ആ ഒരു തുറവിയോ ആ ഒരു കാഴ്ചപ്പാടോ ആ ഒരു സങ്കല്പമോ ഈ ലോകത്തിലെ ആർക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശുവിലൂടെ ദൈവത്തെ ഈ ഭൂമിയിലെ മനുഷ്യർക്ക് പിതാവേ എന്ന് വിളിക്കുവാനായിട്ടുള്ള ആ ഒരു ഉൾക്കാഴ്ച, ആ ഒരു ബോധ്യം യേശു ഈ ലോകത്തിന് പ്രദാനം ചെയ്തു. എന്നാൽ യഹൂദർക്ക് അത് ഉൾക്കൊള്ളാനായില്ല. അതുകൊണ്ടാണ് യേശുവിനെ വധിക്കുവാനായിട്ട് ഇവൻ ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ വിചാരണ സമയത്ത് യേശുവിൽ ഈ കുറ്റവും കൂടെ ആരോപിക്കുന്നത്. യേശു ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചത് ആ അവകാശം നേടിയെടുക്കുവാനല്ല. കാരണം യേശു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത് ആ അവകാശം നേടിയെടുക്കുവാനായിരുന്നില്ല, മറിച്ച് തന്നിലൂടെ എല്ലാവർക്കും ദൈവം പിതാവായി തീരുന്നുവെന്ന സത്യം വെളിപ്പെടുത്തുകയായിരുന്നു യേശുവിൻ്റെ ലക്ഷ്യം. യേശുവിലൂടെ ദൈവം, സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനുമായ ദൈവം ഓരോ മനുഷ്യനും പിതാവായി മാറുന്നു എന്നുള്ള യാഥാർത്ഥ്യം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് യേശു
ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചത്. യേശുവിലൂടെ എല്ലാവർക്കും ദൈവമക്കളും ദൈവം അവർക്ക് പിതാവുമായി തീരുകയാണ്. യേശുവിലൂടെയാണ് ദൈവം ഈ ലോകത്തിലെ സകലർക്കും പിതാവും ഈ ലോകത്തിലെ സകലരും ദൈവത്തെ പിതാവെന്ന് വിളിക്കുവാൻ തക്ക വിധമുള്ള ആ സ്വാതന്ത്ര്യത്തിലും കടന്നു വരുന്നത്. അതുകൊണ്ടാണ് തിരുവചനം പഠിപ്പിക്കുന്ന ഒരു വലിയൊരു സത്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 12-13 തിരുവചനങ്ങളാണ്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. കാരണം യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നത് വഴി ഒരുവന് ലഭിക്കുന്ന വലിയൊരു സ്വാതന്ത്ര്യമുണ്ട്, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യം. ഗലാത്യരുടെ ലേഖനത്തിൽ 4-ാം അധ്യായം 6 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. വീണ്ടും റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 16-17 വചനങ്ങൾ, നാം ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളാണെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. കർത്താവായ യേശുവിനെ നമ്മൾ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ പിന്നെ പിതാവായ ദൈവം നമുക്ക് ഒരു പിതാവായിട്ട് തന്നെ നമ്മൾക്ക് സ്വാതന്ത്ര്യത്തോടെ ആ പിതാവിൻ്റെ അരികിലേക്ക് ചെല്ലുവാനും സംസാരിക്കുവാനും സാധിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കും. കൊറിന്തോസാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 6-ാം അധ്യായം 18-ാം വാക്യം, ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രനും പുത്രികളും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുൾ ചെയ്യുന്നു. ആരെ നോക്കിയാണ് പിതാവായ ദൈവം ഇത് പറഞ്ഞത്? യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന ഓരോ ദൈവ പൈതലിനെയും നോക്കി സ്വർഗത്തിലെ പിതാവ്, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, ഈ പ്രപഞ്ചത്തിൻ്റെ പരിപാലകൻ, സകലരും ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്ന ആ ദൈവം യേശുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ച ജനത്തെ നോക്കി പറയുന്ന ഒരു വചനമാണ് ഇത്. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രനും പുത്രികളുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുൾ ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ ദിനത്തിൽ ഈ ദൈവപിതാവിൻ്റെ പ്രത്യേകതകളെ ഒന്ന് ധ്യാനിക്കാനായിട്ട് ഈ തിരുവചനത്തിൽ നമുക്കൊന്ന് പരിശ്രമിക്കാം. പിതാവായ ദൈവം എപ്രകാരമാണ് നമ്മുടെ ജീവിതങ്ങളെ പരിപാലിക്കുന്നത്, ദൈവം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്നൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഒന്നാമത്, പരിപാലിക്കുന്ന പിതാവിൻ്റെ സ്നേഹം, പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയണം. മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 25 ഈശോ അത് തൻ്റെ പരസ്യ ജീവിതത്തിൽ ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. പ്രിയമുള്ളവരെ, ദൈവപരിപാലനയെ നമ്മൾ തിരിച്ചറിയണം. പരിപാലിക്കുന്ന ഒരു ദൈവം, ആ ദൈവം അറിയാതെ നമ്മുടെ ജീവിതങ്ങളിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഉത്കണ്ഠകളില്ലാതെ ആകുലതകളില്ലാതെ ജീവിക്കാം. വേദപാഠ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്കർഷൻ നടക്കുകയായിരുന്നു. അപ്പോൾ ഈ എക്സ്കർഷൻ്റെ ഭാഗമായിട്ട് ഒരു ബോട്ട് സഞ്ചാരം കൂടെയുണ്ട്. ഒരു വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ട് അവർ പോയി. അപ്പോൾ ഒരു വലിയ കായലിൽ ദീർഘനേരം ഒരു ബോട്ട് യാത്രയുണ്ട്. അങ്ങനെ ഉല്ലാസത്തിൽ അവർ ബോട്ടിൽ എല്ലാവരും കയറി ഈ ബോട്ട് യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് പ്രകൃതിയിലൊരു മാറ്റം, കാറ്റും കോളും ഉണ്ടാകുന്നു, ശക്തമായ മഴയുണ്ടാകുന്നു. അതിനെ തുടർന്ന് ഈ കാറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരും അസ്വസ്ഥരാകാൻ തുടങ്ങി. മതബോധന അധ്യാപകർ പോലും ഈ ഒരു സിറ്റുവേഷനിൽ ആകുലരാകാനായിട്ട് തുടങ്ങി. ആ സമയത്താണ് എന്ത് ചെയ്യണമെന്നറിയാതെ പലരും പല കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 5-ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു മോള്, അവൾ പെട്ടെന്ന് ശാന്തമായിട്ട് നിന്നുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ദൈവം നമ്മുടെ പിതാവല്ലേ, പിതാവായ ദൈവം അറിയാതെ എന്തെങ്കിലും സംഭവിക്കുമോ? ആ പിതാവ് നമ്മെ പരിപാലിക്കുമെന്നല്ലേ നമ്മൾ വേദപാഠ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. പിന്നെ എന്തിന് നമ്മൾ ഭയപ്പെടുന്നു? നമുക്ക് ഒന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ? പെട്ടെന്ന്
ഈ കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടിയുടെ വാക്കുകൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഉത്കണ്ഠകളെയും അസ്വസ്ഥതകളെയും മാറ്റിക്കൊണ്ട് അവരൊരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അത്ഭുതകരമായി പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ അവർക്ക് അനുഭവവേദ്യമായിട്ട് മാറി. പ്രിയമുള്ളവരെ, ഇതുപോലുള്ള അനേകം സംഭവങ്ങൾ മനുഷ്യജീവിതത്തിൽ പിതാവ് ഇടപെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് നമ്മുടെയൊക്കെ ജീവിത അനുഭവങ്ങളിൽ നമ്മൾ ഈ പരിപാലനയെ മറന്നു പോകാറുണ്ട്. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പരിപാലിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം, ഈ ദൈവം എൻ്റെ പിതാവാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എല്ലാ അസ്വസ്ഥതകളും വിട്ടുപോകും. നമ്മൾ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു ചെല്ലാം. നമ്മൾ പുറപ്പാട് സംഭവത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈ ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം ഇവരെ പരിപാലിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. 40 വർഷത്തിലേറെയുള്ള ഈ മരുഭൂമി യാത്രയിൽ ഉടനീളം ദൈവം അവരെ പരിപാലിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പകൽ മേഘസ്തംഭമായിട്ട്, രാത്രി അഗ്നിസ്തംഭമായിട്ട്, വിശക്കുമ്പോൾ മന്നയായിട്ട്, കാടപ്പക്ഷിയായിട്ട്, അതിനേക്കാൾ ഇവരെ ദാഹിക്കുമ്പോൾ പാറയിൽ നിന്ന് ജലമായിട്ടൊക്കെ ഇവരെ പരിപാലിച്ച് ഇവരെ നയിക്കുന്ന ഒരു ദൈവം. ഇത്രമാത്രം പരിപാലന കൊടുക്കുന്ന ആ ദൈവമാണ് എൻ്റെ അപ്പച്ചൻ, എൻ്റെ പിതാവ് എന്ന് വിശ്വസിക്കുവാനും ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും കഴിയുമ്പോൾ നമ്മുടെ ജീവിതം അത്ഭുതങ്ങളുടെ ജീവിതമാണെന്ന് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. എൻ്റെ പിതാവ് എനിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം തക്ക സമയത്ത് തരും, പരിപാലിക്കുമെന്നുള്ള ഉറച്ചൊരു വിശ്വാസം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും മരണത്തിൻ്റെ മുമ്പിലും ഉണ്ടായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. രണ്ടാമത്, ഈ പിതാവ് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്ന പിതാവാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്ന പിതാവാണ്. കാരണം നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവനെ നിയന്ത്രിക്കുന്ന അങ്കുലി ചരം കൊണ്ട് ഈ ഒരു ചെറിയൊരു രീതിയിൽ ഈ പ്രപഞ്ചത്തെ മുഴുവനെ നിയന്ത്രിക്കുന്ന ശക്തനായ ഒരു ദൈവമാണ്. ആ ദൈവം വിചാരിച്ചാൽ എന്തും സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ സംഭവിക്കും. നമ്മുടെ സ്വാതന്ത്ര്യത്തെ പോലും ദൈവത്തിന് നിയന്ത്രിക്കാനായിട്ടുള്ള ഇടപെടലുകൾ നടത്താനായിട്ട് കഴിയും. എന്നിട്ടും ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെ കൈകടത്താതെ അതിനെ ബഹുമാനിക്കുന്ന ഒരു ദൈവം. ഇതാണ് ഈ അപ്പച്ചൻ്റെ പ്രത്യേകത. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുമ്പോൾ ഈ ഒരു തിരിച്ചറിവുണ്ടാകണം, എൻ്റെ പിതാവ് എൻ്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നവനാണ്. അതുകൊണ്ട് പിതാവ് തരുന്ന സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകരുത്. പ്രിയമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നില്ലേ? ഒരു പിതാവിൻ്റെ 2 മക്കളുടെ ഉപമയിലൂടെ ഈശോ ഈ ഒരു യാഥാർത്ഥ്യം പഠിപ്പിക്കുകയാണ്. പിതാവിൻ്റെ ആ സ്നേഹവും പിതാവ് കൊടുക്കുന്ന ആ സ്വാതന്ത്ര്യവും വളരെ വ്യക്തമായിട്ട് ഈ ഉപമയിൽ കാണാനായിട്ട് സാധിക്കും. ഈ 2 പുത്രന്മാരിൽ ഇളയ പുത്രൻ വന്നിട്ട് പിതാവിനോട് ആവശ്യപ്പെടുകയാണ്. എന്താണ്? ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ച് കൊണ്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അകലുന്നതോടൊപ്പം അവൻ ആ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൽ നിന്ന് അകലുകയാണ്. പിതാവിൻ്റെ ഭവനത്തിലായിരുന്നപ്പോൾ അവൻ അനുഭവിച്ച ആ സ്വാതന്ത്ര്യത്തെ ആ സ്വാതന്ത്ര്യമായിട്ട് അനുഭവിച്ച് അതിന് ചേർന്ന് ജീവിക്കാതെ അതൊരു അസ്വാതന്ത്ര്യമാണ് എന്നുള്ള മനോഭാവത്തിൽ പിതാവിൽ നിന്ന് അകലുവാനായിട്ട് ശ്രമിച്ചപ്പോൾ അവന് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റെവിടെ പോയാലും, സ്വാതന്ത്ര്യം തേടി നമ്മൾ എവിടെ പോയാലും അത് നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയില്ല എന്ന് തിരിച്ചറിയണം. ഈ ഇളയ മകൻ്റെ അവസ്ഥ എന്താണ്? പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അവൻ്റേതായിട്ടുള്ള സ്വാർത്ഥത മൂലം അവൻ അകന്നു പോകുന്നു. അതിനുശേഷം അവൻ പന്നികൾ മേയ്ക്കുന്ന അവസ്ഥയിൽ, നിഷിദ്ധമായ ഒരു ജോലി ചെയ്യാനായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേരുന്നു. അതിനുശേഷം വീണ്ടും പന്നികൾ ഭക്ഷിക്കുന്ന നിഷിദ്ധമായ ആ ഭക്ഷണം പോലും കഴിക്കാനായിട്ടുള്ള അവസ്ഥയിൽ ഈ ഇളയ മകൻ എത്തുകയാണ്. പിതാവിൻ്റെ സ്വാതന്ത്ര്യത്തെ, പിതാവ് തരുന്ന സ്വാതന്ത്ര്യത്തെ അത് ബഹുമാനിക്കുവാനും ഉൾക്കൊള്ളുവാനും അതിന് വില കൊടുക്കുവാനും കഴിയണം. അതല്ലാതെ ഇത് ദൈവപിതാവ് തരുന്നത് സ്വാതന്ത്ര്യമല്ല, എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ തകരുകയാണ്. എന്നിട്ടും പിതാവായ ദൈവം നമ്മളെ കാത്തിരിക്കുകയാണ്. പിതാവിൻ്റെ സ്നേഹം ബലപ്രയോഗമല്ല. നമ്മൾ ഈ ദിനത്തിൽ തിരിച്ചറിയേണ്ട മറ്റൊരു വസ്തുത ഇതാണ്. പിതാവായ ദൈവം സർവശക്തനാണ്.
നമ്മൾ ഓരോരുത്തരും ദൈവത്തെ പിതാവേ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും പിതാവിനോട് പറയുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ പിതാവ് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്ന പിതാവാണ്, സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നവനല്ല. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിക്കുവാനായിട്ട് ഞാൻ തയ്യാറായാൽ ആ പിതാവിൻ്റെ ആ സ്നേഹത്തിൽ നിന്ന്, ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഞാൻ അസ്വാതന്ത്ര്യത്തിലേക്ക് ആ കുഴിയിലേക്ക് വീഴുകയാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇന്ന് പലരും എന്താണ് ഈ സ്വാതന്ത്ര്യത്തെ, പിതാവ് തരുന്ന ആ സ്വാതന്ത്ര്യത്തെ അത് അനുസരിച്ച് ജീവിക്കാതെ ദൈവത്തിൽ നിന്ന് അകലാനായിട്ട് ശ്രമിക്കുകയാണ്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുകയും ചെയ്യും, പക്ഷേ പിതാവ് ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നടക്കാതെ, അതൊക്കെ അസ്വാതന്ത്ര്യമാണ്. പിതാവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നത് എൻ്റെ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് തെറ്റായ വഴികളിലൂടെ യാത്ര ചെയ്ത് അസ്വാതന്ത്ര്യത്തിൽ വീഴുന്ന അനേകരെ കാണാനായിട്ട് സാധിക്കും. അവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ഈ പിതാവിൻ്റെ ആ കരുതലിനെ ഒന്ന് നോക്കുക. പിതാവ് നിൻ്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുകയാണ്. പിതാവ് ബലം പ്രയോഗിച്ച് നിൻ്റെ പിതാവിൻ്റെ വഴികളിലൂടെ നടത്തുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു ദൈവമല്ല. പിതാവായ ദൈവം അവൻ നിൻ്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്ന ആ ഒരു ദൈവമാണ്. മൂന്നാമത് ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് തിരിച്ചു വരുവോളം കാത്തിരിക്കുന്ന പിതാവിൻ്റെ സ്നേഹം. നമ്മുടെ പിതാവ് എന്ന് പറയുന്നത്, നീ പിതാവിൻ്റെ ആ സ്വാതന്ത്ര്യത്തെ നിഷേധിച്ച് പിതാവ് തരുന്ന ആ സ്വാതന്ത്ര്യത്തെ വില കൽപ്പിക്കാതെ നീ അവിടെ നിന്ന് പുറത്തു പോയാലും പിതാവ് നീ തിരിച്ചു വരുവോളം കാത്തിരിക്കുന്ന ഒരു പിതാവായ ദൈവം നിനക്കുണ്ടെന്ന് തിരിച്ചറിയണം. ലൂക്കയുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 20-ാം വാക്യം ഇതാണ് നമ്മൾ കാണുന്നുണ്ട്. ഈ ഇളയ പുത്രൻ അവൻ സ്വത്തെല്ലാം വാങ്ങിച്ചിട്ട് ദൂരദേശത്തേക്ക് പോയി ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിച്ചു. അവസാനം ആ അസ്വാതന്ത്ര്യത്തിൻ്റെ തലത്തിൽ അവൻ കിടക്കുമ്പോഴാണ് പിതാവിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച് അവൻ തിരിച്ചറിയുന്നത്. പെട്ടെന്ന് അവൻ തിരിച്ചു വരുവാനായിട്ട് തയ്യാറാകുന്നു. അവൻ തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങളൊക്കെ അവൻ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. ഞാൻ ചെന്ന് പിതാവിനോട് പറയും, ഞാൻ പിതാവെ അങ്ങേക്കും സ്വർഗത്തിനുമെതിരായി പാപം ചെയ്തു പോയി, ഇനി പുത്രനെന്ന് വിളിക്കുവാൻ പോലും യോഗ്യനല്ല, അങ്ങയുടെ ഒരു ദാസനായിട്ടെങ്കിലും എന്നെ ചേർക്കണമേ എന്നൊക്കെ പറഞ്ഞ് എല്ലാം മനസ്സിൽ കരുതിക്കൊണ്ട് അവൻ പിതാവിൻ്റെ അരികിലേക്ക്, പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അവിടെ നടക്കുന്ന മറ്റൊരു സംഭവം നമ്മൾ കാണണം. ലൂക്കയുടെ സുവിശേഷം 15-ാം അധ്യായം 20-ലാണ് ആ വചനം. ദൂരെ വച്ചു തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. കാരണം പിതാവ് കാത്തിരിക്കുകയാണ്. തൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ ഇളയ മകനെ ഓരോ ദിവസവും കാത്തിരിക്കുന്ന ഒരു പിതാവ്. തിരിച്ചു വരും, ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ കാത്തിരുന്ന പിതാവ്. കാരണം ഈ പിതാവ്, ആ പുത്രൻ പിതാവിനെ കാണുന്നതിന് മുമ്പ് തന്നെ പുത്രനെ പിതാവ് കാണുകയാണ്. കാരണം പിതാവിൻ്റെ ചിന്തകളിലും മനസ്സിലും പുത്രൻ മാത്രമായിരുന്നു. പുത്രൻ എപ്പോഴാണ് തിരിച്ചു വരുന്നത്? അതുകൊണ്ടാണ് അകലെ നിന്ന് വരുന്ന പുത്രനെ പിതാവാണ് ആദ്യം കാണുന്നത്. ഈ പിതാവിനെ പോലെയാണ് എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനും എൻ്റെ ദൈവവും. ഇത് തന്നെയാണ്. നിൻ്റെ ജീവിതത്തിലെ തെറ്റായ വഴികളിലൂടെ, ചിന്തകളിലൂടെ, മനോഭാവങ്ങളിലൂടെ ദൈവചിന്തയിൽ നിന്നകന്ന്, ദൈവത്തിൽ നിന്നകന്ന്, പിതാവായ ദൈവത്തിൽ നിന്നകന്ന് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള തിന്മകളിൽ നീ അടിമപ്പെടുമ്പോൾ, ഒരു വേള നീ തിരിച്ചു വരാമെന്ന് നീ മനസ്സിൽ കുറിക്കുന്ന നിമിഷത്തിൽ തന്നെ പിതാവിൻ്റെ സ്നേഹചുംബനം നീ ആശ്ലേഷിക്കുകയാണ്. കാരണം പിതാവ് ഓടിച്ചെന്നിട്ട് ഒന്നും പറയാൻ അനുവദിക്കുന്നില്ല. അവൻ്റെ കൊമ്പസാരം പോലും കേൾക്കാതെ പിതാവ് അവനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുകയാണ്. പിന്നെ അവന് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ നമ്മൾ ആ ഉപമയിൽ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 14 നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആരും നശിച്ചു പോകുവാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇതാണ് പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ ആ പ്രത്യേകത. പിതാവായ ദൈവം കാത്തിരിക്കുകയാണ് തൻ്റെ അരികിൽ നിന്ന് കടന്നുപോയ ഓരോ മക്കളും. താൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകസത്യ ദൈവത്തെ തിരിച്ചറിയാതെ ആ ദൈവത്തിൽ നിന്ന് അകന്ന് തെറ്റായ വഴികളിലൂടെ ചരിച്ച് ഈ ലോകത്തിലെ തിന്മകളിലൂടെ വ്യാപരിക്കുന്നവരെയും പിതാവായ ദൈവം ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവൻ ആ അസ്വാതന്ത്ര്യത്തിൻ്റെ ആ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് എൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർത്ത് അവൻ തിരികെ വരുമെന്നുള്ള തിരിച്ചറിവ്, ആ ബോധ്യത്തോടെ പിതാവ് കാത്തിരിക്കുകയാണ് ഓരോരുത്തരെയും. നാലാമത്, പിതാവിൻ്റെ ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത നിരൂപാധികം ക്ഷമിക്കുന്ന പിതാവിൻ്റെ സ്നേഹം. നമ്മുടെ ദൈവപിതാവെന്ന് പറയുന്നത് നിരൂപാധികം ക്ഷമിക്കുന്നവനാണ്.
കുറ്റങ്ങളുടെ തോതനുസരിച്ച് പ്രവർത്തിക്കുന്നവനല്ല. മനസ്സ് തിരിച്ചു വന്നാൽ നിരൂപാധികം ക്ഷമിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ, നാം ബലഹീനരായിരിക്കെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി വല്ലവരും മരിക്കുവാൻ തുനിഞ്ഞേക്കാം. പ്രിയമുള്ളവരെ, യേശുവിലൂടെ പിതാവ് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ, കുറ്റങ്ങളെ നിരൂപാധികം ക്ഷമിച്ചു കഴിഞ്ഞു. ഈ ഒരു ബോധ്യം നമുക്ക് തിരിച്ചറിവുണ്ടാകണം. എൻ്റെ പാപങ്ങൾ വലുതാണ്, കഠിനമാണെന്നൊക്കെ പറഞ്ഞ് നിരാശയുടെ ആ തിന്മകളിൽ ചെന്ന് വീഴാതെ പ്രത്യാശയിലേക്ക് വരുവാനായിട്ട് ഈ ഒരു തിരിച്ചറിവുണ്ടാകണം. ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം ഈ ലോകത്തിലെ സകല തിന്മകളുടെ മേലും തൻ്റെ ക്ഷമ ഒഴുക്കി, തൻ്റെ ക്ഷമയും കാരുണ്യവും ഒഴുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ, നിനക്കൊരു ദൈവമുണ്ടെന്നും നിനക്കൊരു പിതാവായ ദൈവമുണ്ടെന്നും ആ പിതാവ് ക്ഷമിക്കുന്ന പിതാവാണെന്നും നീ എത്ര പാപത്തിലും എത്ര തിന്മകളിലും അടിമപ്പെട്ടവനാണെങ്കിലും ആ മേഖലകളെ ക്ഷമിച്ച് തൻ്റെ കരുണയാൽ നിന്നെ ആശ്ലേഷിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു പിതാവുണ്ടെന്ന് തിരിച്ചറിയണം. ഇതാണ് ദൈവപിതാവിൻ്റെ മറ്റൊരു പ്രത്യേകത. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഈ പിതാവിൻ്റെ സ്നേഹം അനുഭവിച്ച് അവനോടൊപ്പം ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് ഈ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. പിതാവായ ദൈവം, സ്വർഗത്തിലെ അപ്പച്ചൻ എൻ്റെ ദൈവമാണെന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കണം. ഈ പിതാവ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഈ പിതാവ് എന്നെ പരിപാലിക്കുന്നു, ഈ പിതാവ് എൻ്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നു, ഈ പിതാവ് ഞാൻ പിതാവിൻ്റെ സന്നിധി വിട്ട് അകലങ്ങളിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുന്നത് വരെ ഈ പിതാവ് കാത്തിരിക്കുന്നു. തിരിച്ചു വന്നു കഴിയുമ്പോൾ നിരൂപാധികം ക്ഷമിച്ച് എന്നെ കരുതുന്ന ഒരു പിതാവ്. ഈ പിതാവിൻ്റെ സ്നേഹം ധ്യാനിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം ദൈവമക്കളുടെ ആ സ്വാതന്ത്ര്യത്തിൽ എത്തിച്ചേരുന്നത്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇന്ന് നമ്മൾ ഈ അപ്പച്ചൻ്റെ സ്നേഹവും കരുതലും ക്ഷമയും ഒക്കെ ഒത്തിരിയേറെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ അനുഗ്രഹമായിട്ട് നിലനിൽക്കുന്നത്. നമ്മൾ മാത്രം അനുഗ്രഹിക്കപ്പെട്ടാൽ പോരാ, ഈ പിതാവ് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളിൽ നിന്ന് ഈ സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുകിയിറങ്ങണം. ഈ കരുതുന്ന പിതാവിനെ മറ്റുള്ളവർ കാണണം എൻ്റെ കരുതലിലൂടെ. ഈ ക്ഷമിക്കുന്ന പിതാവിനെ ഈ ലോകത്തിലുള്ള മറ്റുള്ളവർ കാണണം എൻ്റെ ക്ഷമയിലൂടെ. ഈ കാത്തിരിക്കുന്ന പിതാവിൻ്റെ സ്നേഹം എൻ്റെ കൂടെയുള്ളവർ തിരിച്ചറിയണം മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുമ്പോൾ. പ്രിയമുള്ളവരെ, ഈ ദിനത്തിൽ ദൈവപിതാവിൻ്റെ ഈ ശ്രേഷ്ഠമായ സ്വഭാവത്തെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാം. നമ്മുടെ ജീവിതത്തിലൂടെ അനേകർക്ക് ഈ പിതാവിനെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ഏകസത്യ ദൈവത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവനെന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സത്യദൈവത്തെ ഈ പിതാവായ ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം, ആഴപ്പെടാം. ആ ബന്ധത്തിൽ ആഴപ്പെട്ട് മറ്റുള്ളവരെ ഈ സ്നേഹവലയത്തിലേക്ക് കൊണ്ടുവരാം. നമുക്ക് കരങ്ങൾ കൂപ്പി കർത്തൃസന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിലൂടെ ദൈവപിതാവിൻ്റെ ദത്തുപുത്രരായി മാറുകയാണല്ലോ. ഞങ്ങൾ മക്കളാണെങ്കിൽ അവകാശികളുമാണെന്ന് വചനം ഞങ്ങളെ പഠിപ്പിച്ചു. ദൈവം ഞങ്ങളെ പരിപാലിക്കുകയും കരുതുകയും നിരൂപാധികം ക്ഷമിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന നല്ലൊരു ദൈവപിതാവ്, ഒരപ്പച്ചൻ ഞങ്ങൾക്കുണ്ടെന്നുള്ള ആ ഒരു അവബോധത്തിൽ ഈ ലോകത്തിലെ തിന്മകളെ കീഴടക്കി വിശുദ്ധിയിലും സ്നേഹത്തിലും നന്മയിലും ജീവിച്ച് മറ്റുള്ളവർക്ക് ഈ പിതാവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാനായിട്ടുള്ള ദൈവകൃപാവരം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.